ഇന്ന് ശകലം കൊഞ്ച് മേടിച്ചു. അത് തേങ്ങ വറുത്തരച്ചുള്ള കൊഞ്ച് തീയിലാണ്. തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് ഉള്ളിയും തേങ്ങയും കൂടിയിട്ട് വറുത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു. അതിനുശേഷം തക്കാളി, ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ടാണ് ഞാൻ തീയിൽ വെക്കുന്നത്. കൊച്ചുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചു. പച്ചമുളക് ചട്ടി ചൂടായി, അതിനകത്തേക്ക് കറിവേപ്പില ഇട്ടു, കടുകിട്ടു, കറിവേപ്പില. അതിനുശേഷം ചെറിയ ഉള്ളി ഇട്ട് വഴറ്റിയതിന് ശേഷം പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് വഴറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് അത് ചേർത്തു. അതുകൂടെ നല്ല വഴറ്റിയതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന കൊഞ്ച് അതിലേക്ക് ഇട്ടു. പിന്നീട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പെല്ലാം കൂടെ കൂടെ ഇട്ടിട്ട് പുളിവെള്ളം ഒഴിച്ച് ചൂടുവെള്ളത്തിൽ നല്ലത് വേവിച്ചെടുക്കുക. നല്ല അടിപൊളി കൊഞ്ച് തീയിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ അല്പം മല്ലിയിലയും കൂടി ഇട്ട് കഴിയുമ്പോൾ ടേസ്റ്റ് ഒരുപാട് കൂടും. പിന്നെ ഇന്ന് ചോറിൻ്റെ കൂടെ ചെറിയ ചാളയാണ്, അത് വറുത്തയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ചോറും ചാള വറുത്തതും കൊഞ്ച് തേങ്ങ അരച്ച തീയിലും. ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ആഹാരം. ഇവിടെ അച്ഛന് എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. ചോറും കൊഞ്ച് തീയിലും മീൻ വറുത്തതും. നിങ്ങൾ വേറെ കൂട്ടൊന്നും വെച്ചില്ല അല്ലേ അച്ഛാ? കൊഞ്ച് കറി വെച്ചേ, കൊഞ്ച് തീയിലാണ്, തേങ്ങ അരച്ച തീയിൽ തേങ്ങ വറുത്തരച്ച്. എന്നത് പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? ചൂടുണ്ടോ? ഇല്ല. കഴിച്ചാട്ടെ കേട്ടോ, കഴിച്ചാട്ടെ സാറ്, കഴിച്ചാട്ടെ. നിങ്ങളുടെ ഉച്ചഭക്ഷണം ഇന്നത്തെ. ഇന്ന് പ്രോഗ്രാം ഉണ്ട് വൈകിട്ട്. ഇന്നത്തെ പ്രോഗ്രാം നഗരൂര് ഭാഗത്താണ് പരിപാടി. ഇന്ന് വൈകിട്ട് പ്രോഗ്രാം ഉണ്ട്, നമ്മുടെ കോമഡി ഷോ കലാഭാവനയുടെ. അപ്പം അതിന് പോകണം. അത് വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പോകും. വറുത്ത മീൻ കൂടി എടുക്കണേ, നല്ല മീനാ. എന്ത് പറയണം? അവർക്കറിയാവില്ല, അവരെടുക്കുന്ന ഇതല്ലേ, അവരെടുക്കുമല്ലോ, എടുക്കുന്നേ അതിന് തരാം. അതെ. ഇന്ന് പ്രോഗ്രാമുള്ള സ്ഥലം ഒരു പാറയുടെ മുകളിലാണ്. നഗരൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. നല്ല വിഷ്വൽ സൈറ്റുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി. ഞാൻ പണ്ട് പ്രോഗ്രാമിന് പോയിട്ടുണ്ട് അവിടെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടുന്നത് അവിടത്തേക്ക്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കഴിക്കാട്ടോ. അതെ. അതെ. കഴിക്കാട്ടോ. ഓക്കെ, കഴിച്ചോട്ടെ. കുറച്ചുകൂടെ ഉള്ളു, അതുകൊണ്ട് കഴിച്ചോ. 4, 2, 4, 6 കഴിക്ക്. അവിടെ ഉള്ളു. മീനും എടുത്ത് കഴിക്കാട്ടോ. അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കത്തെ ചാപ്പാട് കഴിഞ്ഞു. 2, 3 ഉള്ളു, 6 ഇല്ല. 3 ഉള്ളോ? ഓ, ഓക്കെ, കഴിച്ചോട്ടെ. അത് തന്നെ നമ്മുടെ മാറ്റല്ലേ, മനസ്സിൽ. അതെ, ഓക്കെ, കഴിക്ക്. അതെ. അച്ഛൻ ഏകദേശം മൊത്തം കഴിച്ചു. 2 പ്രശ്നമേ ഉള്ളൂ. കഴിച്ചോട്ടെ. ഓക്കെ, അച്ഛൻ്റെ ഉച്ചക്കലത്തെ ചാപ്പാട് കഴിഞ്ഞു. ഓക്കെ.